താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. തകർന്ന ഹൃദയങ്ങളും ആശ്വാസവും വിടുതലുമായി മാറുന്ന ദൈവത്തിൻ്റെ വചനവും മാനസികമായും ശാരീരികമായും തകർന്ന് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികളെ തേടി അപ്പോസ്തലനായ പൗലോസിൽ നിന്ന് ഒരു എഴുത്ത് വരികയാണ്. എന്താണ് അവരുടെ തകർച്ചയ്ക്ക് പിന്നിലുള്ള കാരണം? അവർ ശാരീരികമായി തകരുവാനുള്ള കാരണം അവർ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു റോമൻ പടയാളികളാൽ. 1-ാം നൂറ്റാണ്ടിൽ സഭ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ ബാക്കി പത്രം ഓരോ വിശ്വാസികളുടെയും ശരീരത്തിലുണ്ടായിരുന്നു. മുറിവോ ക്ഷതമോ ചതവോ ഏൽക്കാത്ത ഒരു ഭാഗങ്ങൾ പോലും വിശ്വാസിയുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു. അവർ ശാരീരികമായി വളരെ ഉപദ്രവിക്കപ്പെട്ടു. ഒപ്പം മാനസികമായി അവർ തകരുവാൻ തക്കവണ്ണം അവർക്കുള്ളതും അവർ ചേർത്തു വെച്ചതും അവർക്ക് നന്മയായി തീരേണ്ടതും അവർക്ക് ആശ്വാസമായി തീരേണ്ടവരും കവർന്നെടുക്കപ്പെട്ടു. മീൻസ് റോമൻ പടയാളികൾക്ക് കിട്ടിയ ഒരു സുവർണ അവസരമായിരുന്നു. വിശ്വാസികളെ കണ്ടെത്തിയാൽ അവരുടെ സ്വത്തുവകകളും അവർ ചേർത്ത് വച്ചിരിക്കുന്നതും കണ്ടെത്തുന്ന പടയാളികൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ ആയിരിക്കുന്നു. അങ്ങനെ മാനസികമായി തകർന്നിരിക്കുന്നു. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന വിശ്വാസിയായ സഹോദരനോ സഹോദരിയോ ഭാര്യയോ മക്കളോ അമ്മയപ്പന്മാരോ ആരുമാകട്ടെ അവർ തിരികെ വരുമെന്ന് ഉറപ്പില്ല. അമ്മയപ്പന്മാരില്ലാത്ത വിശ്വാസികളായ കുഞ്ഞുങ്ങൾ, മക്കളില്ലാത്ത വിശ്വാസികളായ അമ്മയപ്പന്മാർ, അതെ ഇന്ന് മാത്രമല്ല, അതെ എന്നെ കേൾക്കുന്ന പ്രിയരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് മാത്രമല്ല 1-ാം നൂറ്റാണ്ടിലും സഭയുടെ ആരംഭത്തിലും അത് തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവർ ശത്രുക്കളാൽ പിടിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, നഷ്ടപ്പെടുന്നു. ഇന്ന് ശത്രു മദ്യമാണ്, മയക്കുമരുന്നാണ്, മറ്റ് ലഹരി ഉപയോഗങ്ങളാണ്, ദുശീലങ്ങളാണ്. പിശാച് നേരിട്ടല്ല പല പല പ്രൊഡക്റ്റുകളിലൂടെ തലമുറകളെ, കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, ചാർച്ചക്കാരെ കവർന്നെടുക്കുന്നു. ഭർത്താക്കന്മാരെ കൂടി ഭാര്യമാരെ ഒപ്പം അതേ കവർന്നെടുക്കുന്നു. അങ്ങനെ ശാരീരികമായും മാനസികമായും തകർന്നായിരിക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭ അവരുടെ തകർച്ചയുടെ ആക്കം കൂട്ടുന്ന മറ്റൊന്നുകൂടെ അവിടെ സംഭവിക്കുന്നു. തൊട്ടു മുമ്പിലത്തെ തലമുറ, അതായത് 1-ാം നൂറ്റാണ്ടിൽ കഷ്ടത അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് തൊട്ടു മുമ്പിലുള്ള തലമുറ, അപ്പോസ്തലന്മാരുടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ തലമുറ, ആ തലമുറയുടെ പ്രത്യേകത നമുക്കറിയാം. ആ തലമുറയിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയെ നിർത്തിയിരിക്കുന്നത്. ആ തലമുറയുടെ പ്രത്യേകത എന്താണ്? കർത്താവായ യേശു ക്രിസ്തു അവർക്കൊപ്പമുണ്ടായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃപയും സത്യവും നിറഞ്ഞവനായി സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു അവർക്കൊപ്പമുണ്ടായിരുന്നു. അവർ അവനെ കണ്ടു, തൊട്ടു, അനുഭവിച്ചു, അറിഞ്ഞു. യോഹന്നാൻ അല്പം കൂടെ കയറി പറയും, ഞാൻ അവൻ്റെ മാറത്ത് ചാഞ്ഞ് മയങ്ങി. അങ്ങനെ കർത്താവിനൊപ്പം ഉണ്ടായിരുന്ന ഒരു തലമുറ. കർത്താവ് ഒപ്പമുള്ളപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. 4 സുവിശേഷങ്ങളിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതേ, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പഞ്ഞമില്ല. കർത്താവ് എവിടെയുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നു. അവൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്നവർ അതനുഭവിച്ച് മടങ്ങിപ്പോകുന്നു. അങ്ങനെ ക്യുക്കായിട്ടുള്ള ഒരു റിലീഫ്, ക്യുക്കായിട്ടുള്ള ഒരു വിടുതൽ അത് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നില്ല. അവർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, കവരപ്പെടുന്നുണ്ട്, മാനസികമായും ശാരീരികമായും തകർക്കപ്പെടുന്നുണ്ട്. പക്ഷേ അഥവാ യേശു ക്രിസ്തുവിനെ മാത്രം വിടുതലുമായി അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് മാത്രം തന്നെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. സോ അവർ ഭയന്ന് നിരാശിതരായി വേദനപ്പെട്ടവരായി ആയിരിക്കുന്നു. പറയുന്നത് ഞാനല്ല, വിശുദ്ധ വേദപുസ്തകം തന്നെ. അപ്പോൾ അവരുടെ കയ്യിൽ ആ എഴുത്ത് കിട്ടുകയാണ്. എഴുത്തിൽ പ്രധാനമായി പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഇതാണ്. 1 തെസ്സലോനിക്യ ലേഖനം, അതാണ് ആ എഴുത്ത്. 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അവരറിയേണ്ട ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് അവരെ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടി? അത് വഴിയെ പറയാം. അതെ, പൗലോസ് അപ്പോസ്തലൻ അവരോട് ഇങ്ങനെ എഴുത്തിലൂടെ അറിയിക്കുന്നു, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും, ദൂതന്മാർ ശബ്ദമുയർത്തും, കർത്താവ് വരും, തൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ചേർത്തുകൊള്ളും. തൊട്ടടുത്ത് അതിനുവേണ്ടി എന്ത് ചെയ്യണം? കർത്താവ് വരുവാനും തങ്ങളെ
അവരുടെ അടുക്കലേക്ക് ചേർത്ത് കൊള്ളുവാനും അല്ലെങ്കിൽ ചേർക്കപ്പെടുവാനും എന്തു ചെയ്യണം? 4:18 പറയുന്നു, ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ച് മാനസികമായും ശാരീരികമായും തകർക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിരാശയും ഭയപ്പാടും ടെൻഷനും എല്ലാം മാറ്റിക്കളയണം. നിങ്ങൾ ആശ്വാസമുള്ളവരായി മാറണം. നിങ്ങൾ ആശ്വസിക്കണം, ശക്തിപ്പെടണം. എന്തിനു വേണ്ടി? കർത്താവ് വരുവാനും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും അല്ലെങ്കിൽ അവനോടൊപ്പം ചേർത്ത് നിർത്തുവാനും. അതേ പ്രിയരെ, ഈ പകലിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മറ കൂടാതെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഭയപ്പെടുന്ന ഭ്രമിച്ചായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാനും നിങ്ങൾ ആശ്വസിക്കുവാനും ശക്തിപ്പെടുവാനും അതേ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആശ്വസിക്കുവാനും ശക്തിപ്പെടുവാനും തയ്യാറാകുമെങ്കിൽ കർത്താവ് വരും. അതെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കും. അവൻ ചേർത്തുകൊള്ളും. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വരും, കർത്താവ് വരും, നിങ്ങളെ വീണ്ടുകൊള്ളും. അവൻ നിങ്ങളെ ചേർത്ത് നിർത്തും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവിൻ്റെ വരവ് ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാക്കിയും. ദൈവദാസനെ അവിടെ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളുടെ ഇതിവൃത്തം ഞങ്ങൾ പ്രസംഗത്തിലൂടെയൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലോ. അത് കർത്താവിൻ്റെ 2-ാമത്തെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. സംശയം വന്നില്ലേ? വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, 1-ാമതായാലും 2-ാമതായാലും വചനപ്രകാരം പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരെ തേടി കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ അവരന്നായിരിക്കുന്ന അവസ്ഥ മാറും. പ്രിയരെ, കർത്താവ് വരും, കർത്താവ് വരും. അതിനൊരു മാറ്റവുമില്ല. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വചനപ്രകാരം ഒരുങ്ങി കാത്തിരിക്കുന്നുവോ, നിന്നെ തേടി കർത്താവ് വരും. ഒരിക്കൽ കൂടി പറയട്ടെ, 2-ാമതായാലും 1-ാമതായാലും, 1-ാമതും വന്നത് കാത്തിരിക്കുന്നവരുടെ അടുക്കലേക്ക് തന്നെ. കാത്തിരിക്കുന്നവർ പ്രതീക്ഷയോടെ അവൻ്റെ അടുക്കലേക്ക് എത്തിയവർ വിടുതൽ പ്രാപിച്ചു. ഇന്ന് നിങ്ങൾ അവിധത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ യേശു വരിക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നെ കേൾക്കുന്ന പലരും പല സ്ഥാനങ്ങളിലായിരിക്കാം. അതെ, ചിലർ വീട്ടിനകത്തായിരിക്കുന്നുണ്ട്. ആ വീട്ടിനകത്ത് സഹോദരി സഹോദര യേശു വരിക. അതൊരു പക്ഷേ നിന്റെ സൗഖ്യത്തിന് കാരണമായി മാറിയേക്കാം. എങ്ങനെ? നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിന്റെ രോഗം നിന്നെ വിട്ട് ഓടിപ്പോകും. യെസ്, യേശുവിൻ നാമത്തിൽ. അതൊരു പക്ഷേ മാതാവേ സഹോദരി, നീ ആയിരിക്കുന്ന അടുക്കളയിലായിരിക്കാം. വലിയ ശൂന്യത നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. എന്തായിത്തീരും നാളെ? എന്തായിത്തീരും? ഈ ഒഴിഞ്ഞ ബോട്ടിലുകൾ നോക്കിയിട്ട് പലവ്യഞ്ജന സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ബാങ്ക് വരെ, ചില അമ്മമാരുടെ ബാങ്ക് വരെ അടുക്കളകളാണ്. അതെ, ആ ബാങ്കിലൊന്നും ക്യാഷ് ഇല്ല. അത് ശൂന്യമായിരിക്കുന്നു. ആ ശൂന്യതയെ നിറയ്ക്കുവാൻ വിശ്വസിച്ച് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാവേ സഹോദരി, നിന്റെ അടുക്കളയിൽ എൻ്റെ യേശു ഇറങ്ങി വരിക. ആ ശൂന്യത മാറുക, അടുക്കളയിലെ ഇല്ലായ്മ മാറുക. നിന്റെ ഭവനത്തിനകത്ത് ദാരിദ്ര്യം മാറ്റുവാൻ, ഇല്ലായ്മയെ മാറ്റുവാൻ വിശ്വസിച്ച് വചനപ്രകാരം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിന്റെ അടുക്കളയ്ക്ക് യേശു വരിക. ഓ താങ്ക് ഗോഡ്. ആ കടത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അതെ, ഒരു പക്ഷേ നിങ്ങൾ ആ ജോലി സ്ഥലത്തായിരിക്കാം, വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. ആമേൻ. കേൾക്ക്, യേശു വരും. നിങ്ങളായിരിക്കുന്ന ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഒന്ന് ഉയർത്തുവാൻ. ഓ സ്തോത്രം. യേശു വരും, യേശു വരും. എന്തിനാ? തകർക്കപ്പെട്ട, നുറുക്കപ്പെട്ട, മനസ്സ് മടുത്ത അവരായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അവരെ ഒന്ന് ഉയർത്തുവാൻ, തൻ്റെ അടുക്കലേക്കൊന്ന് ചേർക്കുവാൻ യേശു വരും. ആ ജോലി സ്ഥലത്ത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉയർത്തുവാൻ, ഒരു ഉയർച്ച അവിടെ നിനക്ക് തരുവാൻ യേശു വരും. കാരണം യേശു വരുമ്പോൾ നീ ആയിരിക്കുന്ന ആ പൊട്ടക്കുഴിക്കകത്ത് യേശുവും കൂടെ ഇരിക്കുമെന്നല്ല, ആ കുഴിയിൽ നിന്ന്, ആ ആഴത്തിൽ നിന്ന് നിന്നെ അവൻ പുറത്തെടുക്കും, അവനൊപ്പം നിർത്തും. ആമേൻ. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവൻ മേഘങ്ങളിൽ വരും. മീൻസ് അവൻ നിങ്ങൾ പരാജയപ്പെട്ടു പോയ ആ താഴത്തിൽ നിങ്ങളെ പിന്നെ ഇട്ടയ്ക്കത്തില്ല. കർത്താവ് വന്നാൽ പിന്നെയും ആ പരാജയത്തിൽ തന്നെ നിങ്ങൾ കിടക്കുവാൻ സമ്മതിക്കത്തില്ല. പിന്നെയും ആ കഷ്ടതയിൽ തന്നെ, നിരാശയിൽ തന്നെ, ആ വേദനയിൽ തന്നെ നിങ്ങൾ കിടക്കുവാൻ അനുവദിക്കത്തില്ല. അവൻ അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും. മീൻസ് നിങ്ങൾക്കൊപ്പമുള്ളവർ, നിങ്ങൾ താഴെ ആയിരുന്നപ്പോൾ താഴേക്ക് നോക്കി പരിഹസിച്ചവർ, ലജ്ജിച്ചവർ, അവർ ഉയരത്തിലേക്ക് നോക്കേണ്ടി വരും നിങ്ങളെ കാണുവാൻ. ദൂത, സഹോദര സഹോദരി, നിന്നോടുള്ള ദൂത പലരുടെയും താഴെയായിപ്പോയി, പലരുടെയും നോട്ടത്തിന് താഴെയായിപ്പോയി. ഉയരത്തിലേക്ക് നോക്കുക. പലരുടെയും ദയാദാക്ഷിണ്യത്തിന് വേണ്ടി ആ അവസ്ഥ മാറുവാൻ പോകുക. ചിലർ മുഖമുയർത്തി നിന്നെ നോക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. കുഞ്ഞെ, നീ ആയിരിക്കുന്ന നിന്റെ സ്കൂളിൽ, കോളേജിൽ
യേശു വരുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പലരുടെയും താഴെയായിപ്പോയി, പിന്നിലായിപ്പോയി, മാർക്ക് കൊണ്ട് പിന്നിലായിപ്പോയി, അറിവ് കൊണ്ട് പിന്നിലായിപ്പോയി. ഓ സ്തോത്രം. പലരും നിന്നെ മുകളിലേക്ക് നോക്കുവാൻ പോകുക. കാരണം യേശു വരുന്നത് ആ താഴെ നിനക്കൊപ്പം വന്നിരിക്കാനല്ല, അവൻ മുകളിൽ നിൽക്കുക, നിന്നെ അവൻ്റെ അടുക്കിലേക്ക് എടുത്തുയർത്തുക. ഓ താങ്ക് ഗോഡ്. ഇതിൻ്റെ സ്ഥാപനത്തെ, അതെ, അവിടെ തന്നെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൽ യേശു വരിക, അവൻ എടുത്തുയർത്തും. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉദ്ധാരണം, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആശ്വസിക്കണം. കാരണം ദൈവപ്രവൃത്തി അത്രമാത്രം ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും ഭക്തൻ അനുഭവിക്കുന്നത്. ഇവിടെ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഗംഭീരനാദം മുഴങ്ങും, ദൂതന്മാർ ശബ്ദമുയർത്തും. നോക്കിയേ, ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവൻ്റെ ശബ്ദം. സങ്കീർത്തനക്കാരൻ പറയുന്നു, കാദേശ് മരുവിനെ നടുക്കുന്നതാണ്, മരുഭൂമിയെ നടുക്കുന്ന ശബ്ദമാണ്. നോക്കൂ, കാട്ടിനകത്ത് ധാരാളം വൃക്ഷങ്ങളുള്ളയിടത്ത് ഒരു കാറ്റടിച്ചാൽ വല്ലാത്ത ശബ്ദമാണ്. ആ ശബ്ദമുണ്ടാക്കുവാൻ ഒരു ചെറിയ കാറ്റിന് പോലും കഴിയും. എന്നാൽ മരുഭൂമിയിൽ ശബ്ദമുണ്ടാകണമെങ്കിൽ മണൽ ഉയർന്ന് പറക്കണം. ആ മണലുകൾ തമ്മിൽ ഉരയുന്ന ശബ്ദം മൃഗങ്ങളെയും മനുഷ്യരെയും മരണകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ശബ്ദം, അவ்விധത്തിൽ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ കാഠിന്യം കൊണ്ട്, ഗാംഭീര്യത കൊണ്ട്, അതെ, ആ ശബ്ദമാണ് മുഴങ്ങുന്നത്. ആ ശബ്ദം എപ്പോഴും, ആ ശബ്ദമുണ്ടാക്കുന്ന സാഹചര്യം ഭയപ്പാടിൻ്റെതാണ്. ദൈവത്തിൻ്റെ ശബ്ദം മാത്രമല്ല, ദൂതന്മാരുടെ ശബ്ദം കൂടെ. അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്തൊരു അന്തരീക്ഷമാണ്, നമുക്ക് വിവരിച്ചു തരുവാൻ കഴിയാത്തത്. എങ്കിലും ചില സന്ദർഭങ്ങളെ മുൻനിർത്തി നിങ്ങൾക്കത് വിശദീകരിച്ച് തരുവാൻ ഞാൻ ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവർ ഗലീല കടലിൽ ആയിരിക്കുന്നു, ഗലീല തടാകത്തിൽ ആയിരിക്കുന്നു. അവിടെ വലിയ കാറ്റ് ആഞ്ഞു വീശുന്നു, ഫലമായി തിരമാല ഉയർന്നു പോകുന്നു. ആ തിരമാലയ്ക്ക് പുറത്ത് അവരുടെ വഞ്ചി ആടി ഉലയുന്നു. എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകുന്ന അവസ്ഥ, വല്ലാത്ത ഭയപ്പാട്. ഇപ്പോൾ സാഹചര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഭയന്നു പോകുന്ന അവസ്ഥ, അതെ, എല്ലാ മനുഷ്യരും ഭയന്നു പോകുന്ന അവസ്ഥ. ഭയത്തിന് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് ഭയന്നു, ഒപ്പമുള്ള ശിഷ്യന്മാർ ഭയന്നു. ഭയന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? 14:30 വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ട് കടലിന് മുകളിൽ നടന്ന പത്രോസ് താണുപോയി. ഭയന്നവൻ താണുപോയി. ഭയം നിങ്ങളെ തകർത്ത് കളയും, ഭയം നിങ്ങളെ നശിപ്പിച്ച് കളയും, ഭയം നിങ്ങളെ ഇല്ലാതാക്കി കളയും. അപ്പോൾ ഭയന്നവന് ദൈവിക വിടുതലുകളെ അനുഭവിക്കുവാൻ കഴിയത്തില്ല. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു പത്രോസിൻ്റെ മുൻപിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മുൻപിൽ നിന്നിട്ട് പോലും ഭയന്നപ്പോൾ പത്രോസ് താണുപോയി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഭയം, നിങ്ങളുടെ ഭ്രമം നിങ്ങളെ മുക്കിക്കളയുന്നു, നിങ്ങളെ താഴ്ത്തിക്കളയുന്നു. കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാക്കുന്നു. കാരണം ഭയം അത് പിശാചിൻ്റെ പ്രൊഡക്റ്റാണ്. പിശാചിൻ്റെ പ്രൊഡക്റ്റിനെ സർവീസ് ചെയ്യുവാൻ ദൈവത്തെ വിളിച്ചാൽ ദൈവം വരത്തില്ല. ഓ സ്തോത്രം. നിങ്ങളൊരു LG കമ്പനിയുടെ TV വാങ്ങിയെന്നിരിക്കട്ടെ, അത് കംപ്ലൈൻ്റായി അത് സർവീസ് ചെയ്യുവാൻ ഒനീഡ കമ്പനിയുടെ സർവീസ് സെൻറ്ററിൽ വിളിച്ചാൽ അവർ വരത്തില്ല. LG കമ്പനിയുടെ സർവീസ് സെൻറ്ററിൽ തന്നെ വിളിക്കണം. പിശാചിൻ്റെ പ്രൊഡക്റ്റായ ഭയത്തെ സർവീസ് ചെയ്യുവാൻ യേശു വരത്തില്ല. ആ ഭയം അവരിൽ നിന്ന് മാറണം. നോക്കൂ, ആ ഭയം മാറിയപ്പോൾ പത്രോസിനെ യേശു കരങ്ങളിൽ പിടിച്ച് ഉയർത്തി. പത്രോസ് ആഴ്ന്നുപോയ ആ ആഴത്തിൽ നിന്ന് യേശു അവനെ കരങ്ങളിൽ പിടിച്ച് ഉയർത്തി. അതേ, പ്രശ്നം വലുതാണ്, പ്രതിസന്ധി വലുതാണ്, മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്, ജീവിതം തന്നെ അയ്യോ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന അവസ്ഥ, അല്ലേ? എന്തു ചെയ്യും? എന്തായിത്തീരും? അയ്യോ, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അവൻ ധൈര്യപ്പെട്ടപ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്വസിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറയും, ആ കടൽ
ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനെ താഴ്ത്തിയ കടൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്വസിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ ആർട്ടിക് കേന്ദ്രത്തിലെ കടലായി മാറി. ആർട്ടിക് കേന്ദ്രത്തിലും കടലുണ്ട്. ആ കടലിൻ്റെ പ്രത്യേകത നമുക്കുള്ള കടലുകളിൽ ഇപ്പോൾ കൊച്ചിയിൽ കടലുണ്ട്, തിരുവനന്തപുരത്ത് കടലുണ്ട്. ആ കടലിൻ്റെ മുകളിലൂടെ ബോട്ട് ഓടിക്കുവാൻ കഴിയും. എന്നാൽ ആർട്ടിക് സമുദ്രങ്ങളിൽ കാർ ഓടിക്കുവാൻ കഴിയും. കാരണം ആ സമുദ്രത്തിന് മുകളിൽ ഒരു വലിയ മഞ്ഞുപാളിയുണ്ട്. മഞ്ഞുപാളിയാൽ മൂടപ്പെട്ടതാണ് ആർട്ടിക് സമുദ്രം. അടിയിൽ വെള്ളമുണ്ട്, മത്സ്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും വാഹനം ഓടിക്കുവാൻ കഴിയും. അത് തന്നെ അങ്ങനെയുള്ളതായി മാറും. ഗലീലക്കടൽ അങ്ങനെയുള്ളതായി മാറി. ഗലീലക്കടൽ അങ്ങനെയുള്ളതായി മാറി. യേശു കൂടെ വന്നപ്പോൾ പത്രോസ് ആ കടലിന് മീതെ നടന്നു. പ്രശ്നം എത്ര വലുതാണെങ്കിലും പ്രിയരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ ആശ്വസിച്ച് ശക്തി പ്രാപിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും. ആ പ്രശ്നത്തിന് മുകളിൽ നിങ്ങളെ നിർത്തും. ആ ജോലി സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മുകളിൽ നിങ്ങൾ നിൽക്കും. അതേ ഭവനത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മുകളിൽ അതിൽ മുങ്ങിപ്പോകുവാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കത്തേയില്ല. ആശ്വസിക്കുവാൻ, വചനത്തിലൂടെ ആശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തോടെ ഈ വചനം നിങ്ങളോട് അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതേ, നിങ്ങൾ ആശ്വസിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആശ്വസിക്കുമെങ്കിൽ അടുത്ത പടി നിങ്ങൾ വിടുതൽ അനുഭവിക്കും. തെസ്സലോനിക്ക സഭയോട് പറയുന്നു, നിങ്ങൾ ആശ്വസിപ്പിൻ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഉയർത്തും, അവൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അതേ സഹോദര, സഹോദരി, ആ ജോലി സ്ഥലത്ത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തും. ആ താഴെ ആയിപ്പോയ, പലരുടെയും പിന്നിലായിപ്പോയ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തും. ഓ സ്തോത്രം. ദയയ്ക്കായി, കരുണയ്ക്കായി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ ജോലി സ്ഥലത്ത് ശാരീരികമായി ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥയിൽ, സഹോദരി, ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥയിൽ നീ ആയിരിക്കുന്നു. വല്ലാതെ ശരീരം ബലഹീനപ്പെടുക. കഠിനാധ്വാന മുഖാന്തരം, വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. സഹോദരി, കർത്താവ് വരിക. സ്തോത്രം. ഈ വചനം നിന്റെ ആശ്വാസത്തിന് കാരണമായി തീരുമെങ്കിൽ കർത്താവ് വരിക. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, മാനസികമായി തകർക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ ഒറ്റപ്പെടുത്തി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ ഓടിക്കുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതി, നീയായിട്ട് തന്നെ അവിടെ നിന്ന് പുറത്തു പോകുവാനുള്ള സൈക്കോളജിക്കൽ മൂവ്, ആ പദ്ധതി തകർക്കപ്പെടുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞേ. സഹോദര, ആ ജോലി സ്ഥലത്ത് അതങ്ങനെ സംഭവിക്കുക. നിന്നെ താഴെ കണ്ട് ചവിട്ടി തേക്കുവാൻ നോക്കുന്നവർ നിന്നെ ഉയരത്തിലേക്ക് നോക്കുവാൻ പോകുക. കർത്താവ് നിന്നെ ഉയർത്തുക. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിൽ ചവിട്ടി തേക്കുവാൻ കഴിയുന്ന വിധത്തിൽ നീ ആയിപ്പോയിരിക്കുന്നു. നിന്റെ ഭർത്താവിന് മുമ്പിൽ വാക്കുകളില്ലാത്തവളായി, നിന്റെ അവസ്ഥ പറയുവാൻ കഴിയാത്തവളായി, ഒന്നും കേൾക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല. ഒരു അടിമയെപ്പോലെ കാൽ കീഴിലിട്ട് ചവിട്ടി തേക്കുന്ന അവസ്ഥ ഭാരപ്പെട്ടായിരിക്കുക. സഹോദര, നീയും അത് തന്നെ അനുഭവിക്കുന്നു. ഭാര്യ ബന്ധുക്കളുടെ നിന്നിലേക്ക് നോക്കുവാൻ തക്കവണ്ണം, തല ഉയർത്തി നിന്നിലേക്ക് നോക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തും. നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. സഹോദരി, നിൻ്റെ വാക്കുകൾക്ക് നിൻ്റെ ഭവനത്തിനകത്ത് വിലയുണ്ടാകും. സഹോദര, നിൻ്റെ വാക്കുകൾക്ക് നിൻ്റെ ഭവനത്തിനകത്ത് വിലയുണ്ടാകും. അതിന് തക്കവണ്ണം നിൻ്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് പണിയുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തകർന്നു പോയ നിൻ്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് ഉയർത്തുക. താണുപോയ, ആഴത്തിലേക്ക് താണുപോയ നിൻ്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് ഉയർത്തുക. മാതാവേ, പിതാവേ, തകർന്നു പോയ, വീണുപോയ, നശിച്ചു പോയ നിങ്ങളുടെ തലമുറകളെ എൻ്റെ കർത്താവ് ഉയർത്തുക. ഓ താങ്ക് ഗോഡ്. അമേൻ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, പരാജയത്തിൽ നിന്ന് അവരെ ജയത്തിലേക്ക് എൻ്റെ കർത്താവ് ഉയർത്തുക. കർത്താവ് വരിക. ആശ്വസിക്കുക. ഈ വചനങ്ങളാൽ നീ ആശ്വസിക്കുമ്പോൾ, നീ ശക്തി പ്രാപിക്കുമ്പോൾ കർത്താവ് വരും. ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന്, പരാജയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ജയത്തിലേക്ക് കർത്താവ് നിന്റെ തലമുറകളെ ഉയർത്തും. തകർത്ത് കളയുന്ന ദുശീലങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് കർത്താവ് അവരെ ഉയർത്തും. മാനസികമായി തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് അവരെ ഉയർത്തും. മുറിക്കകത്ത് ഒതുക്കി കളഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് കർത്താവ് അവരെ ഉയർത്തും. ഓ സ്തോത്രം. താങ്ക് ഗോഡ്. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ആശ്വസിക്കുമ്പോൾ, വചനം കൊണ്ട് ആശ്വസിച്ച് ശക്തിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് വരും, അവൻ്റെ അടുക്കലേക്ക് ഉയർത്തും. താഴത്തേക്കല്ല, അടുക്കലേക്ക് ഉയർത്തും. അപ്പോൾ അങ്ങനെ മാനസികമായും ശാരീരികമായും ശത്രുവിനാൽ തകർക്കപ്പെട്ട് മനസ്സ് മടുത്ത് ഹൃദയം നുറുങ്ങി കരഞ്ഞ് തകർന്നായിരിക്കുന്ന നിങ്ങൾക്ക് ആശ്വസിക്കുവാനും ശക്തിപ്പെടുവാനുമായി ഒരു വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. ആ വചനത്തിനൊപ്പം പ്രാർത്ഥിച്ച് നിങ്ങൾ
ആശ്വസിച്ച് ശക്തിപ്പെട്ട് കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ പോകുക. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ആ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് ആശ്വസിച്ച് ശക്തിപ്പെടുന്നതിന് മുമ്പ് ഹൃദയം തകർന്നായിരിക്കുന്ന നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാം ഉണ്ട്, അവർക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ മാത്രം കഷ്ടതയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ കാണുന്നവർക്കില്ലാത്തൊരു പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്. എന്താ? തെറ്റിപ്പോയോന്നല്ല, അവർക്കുള്ള പ്രിവിലേജ് അല്ല, അവർക്കില്ലാത്തത്. നിങ്ങൾ പറയുന്നു അവർക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എല്ലാമുണ്ട്, അവർ തിന്നു കണ്ണ് വെളിയിലോട്ട് തള്ളിയിരിക്കുന്നു, എല്ലാമുണ്ട്, അങ്ങനെ ഇരുന്നോട്ടെ. അതെല്ലാമുള്ള അവർക്കില്ലാത്ത ഒരു പ്രിവിലേജ് ഹൃദയം തകർന്ന മനസ്സുമടുത്ത നിങ്ങൾക്കുണ്ട്. എന്താണ്? സങ്കീർത്തനം 34:18 സങ്കീർത്തനക്കാരനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടത് അതേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മീൻസ് ഹൃദയം നുറുങ്ങിയ നിങ്ങൾക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല, നിങ്ങൾക്കൊപ്പം ദൈവവുമുണ്ട്. അതെ, നിങ്ങൾക്കൊപ്പം യേശുവുണ്ട്. സഹോദര, സഹോദരി, സന്തോഷത്തിലാണെന്ന് പറയുന്നവർ, പലതും ഉണ്ടെന്ന് പറയുന്നവർ, അവർക്കൊപ്പമില്ലാത്ത ഒന്ന് നിനക്കൊപ്പമുണ്ട്. യേശു നിനക്കൊപ്പമുണ്ട്. കേൾക്ക്, യേശു നിനക്കൊപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ദൈവദാസനെ, യേശു അങ്ങനെ എനിക്കൊപ്പം ഉള്ളത് കൊണ്ട് ഈ കഷ്ടതയിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മെച്ചമായി വരുവാൻ പോകുന്നത്? നോക്കിയേ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രാജാവിൻ്റെ അധികാരമുള്ള ശരീരബലമുള്ള മല്ലന്മാർ ദഹിച്ചു പോയ തീയിൽ ദൈവം കൂടെയുള്ള ശദ്രകും മേശകും അബേദ്നെഗോവും ഫയർ ഡാൻസ് കളിച്ചു. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അധികാരമുള്ളവൻ ദഹിച്ചു പോയ. എന്തിനധികാരമുള്ളവൻ? ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ഭക്തന്മാരെ കൊന്നുകളയുവാൻ, തീയിലിടുവാൻ അധികാരം ലഭിച്ചവർ വെന്തുപോയ അതേ തീയിൽ, അതേ നിന്നെ തകർക്കുവാനും നിന്നെ മുടിച്ചു കളയുവാനും പദ്ധതി ഒരുക്കി പിശാചിൻ്റെ ഏജന്റുമാരായി നിനക്കൊപ്പം നിൽക്കുന്നവർ വെന്തുപോകുന്ന നീ അനുഭവിക്കുന്ന ഇതേ പ്രതിസന്ധിയിൽ നീ സന്തോഷത്തോടെ നൃത്തം ചെയ്യും. ശത്രു ഇട്ടുവച്ചിരിക്കുന്ന സ്റ്റെപ്പിനനുസരിച്ച് നീ നൃത്തം ചെയ്യും. അതെ, ഈ പ്രശ്നത്തിന് മധ്യത്തിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. കാരണം യേശു നിങ്ങൾക്കൊപ്പമുണ്ട്, അവൻ നിങ്ങളെ രക്ഷിക്കും. യേശു നിങ്ങൾക്കൊപ്പമുണ്ട്, അവൻ നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ ആ രക്ഷ അനുഭവിക്കുവാൻ, ആ ആശ്വാസം പ്രാപിക്കുവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം: യേശുവേ, എൻ്റെ ഹൃദയം മടുപ്പിച്ച, എൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞ ഈ കഷ്ടത ഞാൻ നശിക്കുവാനല്ല, ഞാൻ പൊന്നിനെ പോലെ പുറത്തു വരുവാൻ പ്രാർത്ഥിച്ച് ഉറച്ചു നിന്ന് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഞാൻ പൊന്നിനെ പോലെ പുറത്തു വരുവാൻ അങ്ങേ ഞാൻ കാണുമ്പോൾ എൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അത് മാറുവാൻ കാരണമാക്കി തീർക്കണമേ. ഈ കഷ്ടതയിൽ തളർന്നു പോകാതെ, ഈ കഷ്ടതയിൽ മനം മടുത്തു പോകാതെ എന്നെ അങ്ങ് നിർത്തണമേ. ഈ പരീക്ഷ എനിക്ക് ജയത്തിൻ്റെതായി മാറണമേ. പ്രാർത്ഥിക്ക് സഹോദര, സഹോദരി, ഇത് കഷ്ടതയല്ല, പരീക്ഷയാ. നീ പൊന്നിനെ പോലെ പുറത്തു വരുന്ന കർത്താവ് നിനക്ക് സമ്മാനം തരുവാൻ, നീ ജയാളിയായി പുറത്തു വരുമ്പോൾ കർത്താവ് നിനക്ക് സമ്മാനം തരുവാൻ വരുന്ന നിന്റെ മാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനുമായി അത് മാറുന്ന പരീക്ഷ, അതിൽ തളർന്നു പോകാതിരിക്കുവാൻ പ്രാർത്ഥിക്ക്. തന്ന വചനത്തിൽ ആശ്വാസം കണ്ടെത്തി, തന്ന വചനത്താൽ നിന്നെ തന്നെ ബലപ്പെടുത്തി പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്ക് സഹോദര, സഹോദരി, പ്രാർത്ഥിക്കുക. ആ ജോലി സ്ഥലത്ത് യേശു നിനക്ക് വേണ്ടി വരും. അമ്മേൻ. നിനക്ക് മഹത്വവും പുകഴ്ചയും ഉണ്ടാക്കുന്നത് യേശു നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഭക്ത, വിശ്വാസിയെ, കേൾക്ക്, യേശു വരുമ്പോൾ നിന്റെ പേരുയരുവാൻ, നീ മഹത്വപ്പെടുവാൻ, നിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയുള്ളത് നിന്ന മാറ്റുന്നത് യേശു ചെയ്യും. നിന്റെ കുടുംബജീവിതത്തിൽ നിന്നയും നിരാശയും അപമാനവും മാറ്റുന്നത് യേശു ചെയ്യും. ഇത് കഷ്ടതയല്ല, പരീക്ഷയാണ്. സ്തോത്രം. ഇത് കഷ്ടതയല്ല. എടാ കുഞ്ഞുമക്കളെ, ഇത് കഷ്ടതയല്ല, ഇത് പരീക്ഷയാണ്. മാതാവേ, പിതാവേ, ഇത് കഷ്ടതയല്ല, ഇത് പരീക്ഷയാണ്. പ്രാർത്ഥിക്കുക. അപ്പാ, തളർന്നു പോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വചനമനുസരിച്ച് ജീവിച്ച് ഉറച്ചു നിന്ന് പൊന്നിനെ പോലെ പുറത്തു വരുവാൻ, പൊന്നിനെ പോലെ ഒരു ഗോൾഡ് മെഡൽ, അതാണ് പൊന്നിനെ പോലെ പുറത്തു വരുവാൻ. ഈ രോഗം
അത് പരീക്ഷയാ സഹോദര, ഈ രോഗം പരീക്ഷയാ. നീ പൊന്നിനെ പോലെ പുറത്തു വരുവാൻ, യേശു നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകുവാൻ, നിന്റെ പേരുയരുവാൻ, നിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അത് മാറുവാൻ ഈ പരീക്ഷ കാരണമായി തീരുകയാ. ഉറച്ചു നിൽക്കുവാൻ പ്രാർത്ഥിക്കുക സഹോദരി. ഈ കടം ബാധ്യത നിന്നെ തകർക്കുവാനല്ല, അത് പരീക്ഷയാ. ശുശ്രൂഷക, നിന്റെ സഭയിൽ നീ ഇന്ന് അനുഭവിക്കുന്നത് കഷ്ടതയല്ല, നിന്റെ ശുശ്രൂഷയിൽ നീ ഇന്ന് അനുഭവിക്കുന്നത് കഷ്ടതയല്ല, അത് പരീക്ഷയാണ്. അതെ, അത് പരീക്ഷയാണ്. നീ പൊന്നിനെ പോലെ പുറത്തു വരുവാൻ പോകുക, യേശു പ്രത്യക്ഷനാകുവാൻ പോകുക. നിന്റെ മഹത്വവും പുകഴ്ചയും ഈ ദിവസങ്ങളിൽ സംഭവിക്കുക. ആ ബിസിനസ് മേഖലയിൽ സ്വദേശത്തും വിദേശത്തും ബിസിനസ് ചെയ്ത് പല നിലകളിൽ കഷ്ടത്തിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, അത് കഷ്ടമല്ല, പരീക്ഷയാ. അത് നിന്റെ പുകഴ്ചയ്ക്ക് കാരണമായി മാറുവാൻ പോകുക. അപ്പോൾ എന്ത് ചെയ്യണം? വചനം മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കണം. ഇത് കഷ്ടതയല്ല, ഇത് പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കും. യേശുവേ, തളർന്നു പോകാതെ എന്നെ ജയിപ്പിക്കണമേ. അങ്ങ് പ്രത്യക്ഷനാവുമ്പോൾ അത് മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി മാറണമേ. അപ്പോൾ ഹൃദയം നുറുങ്ങിയവരെ, യേശു നിങ്ങൾക്ക് സമീപമുണ്ട്. മനസ്സ് തകർന്ന നിങ്ങളെ അവൻ രക്ഷിക്കും. അപ്പോൾ ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തുക, ശക്തിപ്പെടുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളെ പുറത്തെടുക്കും, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയവുമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഒരു ആശ്വാസം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. ഭയന്ന് ഭ്രമിച്ച് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. മുങ്ങിപ്പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പിക്കുവാൻ, വചനത്തിൽ നിങ്ങളെ ഉറപ്പിച്ച് ആശ്വാസവും ശക്തിയും കണ്ടെത്തിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. എന്നാൽ കോൺടാക്ട് ചെയ്തോ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ രോഗം ഒടുക്കി കളയുവാനും തീർത്ത് കളയുവാനുമായി പിശാച് ഇവരുടെ ജീവിതത്തിൽ കൊടുത്ത ഈ രോഗം ഇപ്പോൾ മാനത്തിനും പുകഴ്ചയ്ക്കുമായി മാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. യേശോപ്പാ, രോഗികളായി ഭാരപ്പെടുന്ന ഇവരെയൊക്കെ സൗഖ്യമാക്കിയാട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ആ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ആ ബലഹീനത വിട്ടുമാറട്ടെ. കാലുകൾക്ക് ബലമില്ലാതെ കട്ടിലിലായിരിക്കുന്ന യേശുവിൻ നാമത്തിൽ കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. സൗഖ്യമാകാ യേശുവേ, അങ്ങ് സൗഖ്യമാക്കണമേ. കുഞ്ഞുമക്കളെ സൗഖ്യമാക്കണമേ. ബാലാരിഷ്ടതകൾ വിട്ടുമാറട്ടെ. യേശുപ്പാ, മഴക്കെടുതികൾ മുഖാന്തരമുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അങ്ങ് വിടുവിച്ച ശക്തിപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, മാനസികമായ രോഗങ്ങൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ, ഉറക്കമില്ലായ്മകൾ, ഭയം മാറട്ടെ. ഭയം ഓ സ്തോത്രം. ഉപദ്രവിക്കുന്ന, വയലൻസ് ആക്കുന്ന ആ ടെൻഡൻസി, ആ പിശാച് വിട്ടുപോകട്ടെ. യേശോപ്പാ, ആ പിശാചിനെ പുറത്താക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ചവിട്ടി അരയ്ക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ചിലർ ഉയർച്ച പ്രാപിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ജോലിയുള്ളവനായി മാറുവാൻ പോകുക. എല്ലാ ജോലിയില്ലായ്മകളും തൊഴിലില്ലായ്മകളും മാറിപ്പോകട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ തൊഴിലില്ലായ്മയും മാറട്ടെ, ദാരിദ്ര്യം മാറട്ടെ, കഷ്ടത മാറട്ടെ. ഓ സ്തോത്രം. പലിശക്കടങ്ങൾ, ബാങ്ക് ലോണുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറന്നു കിട്ടട്ടെ. യേശോപ്പാ, ഇവർക്ക് വഴി തുറന്നു കൊടുക്കണമേ. സാവകാശം കൊടുക്കണമേ. കൊടുത്തു തീർക്കുവാനുള്ള സാവകാശം കൊടുക്കണം. അങ്ങ് സംസാരിക്കപ്പാ. യേശോപ്പാ, ഇവർ കൊടുക്കാനുള്ളവരോട് സംസാരിക്കപ്പാ. ബാങ്കിൽ സംസാരിക്കപ്പാ. ഇവർക്ക് വേണ്ടി സംസാരിക്കപ്പാ. സംസാരിക്കുക കർത്താവ്. ഇവരെ സഹായിക്കേണ്ടവരോട് സംസാരിക്കപ്പാ. യേശുവേ, അങ്ങ് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇവരുടെ അവകാശങ്ങളെ കവർന്നു വച്ചിരിക്കുന്നവരോട് സംസാരിക്കപ്പാ. ആ നന്മകൾ ലഭിക്കട്ടെ. കടം കൊടുത്തത് തിരികെ കിട്ടാതെ, അവകാശങ്ങൾ തിരികെ കിട്ടാതെ ഭാരപ്പെടുന്നവർക്ക് അത് തിരികെ കിട്ടട്ടെ. യെസ്, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. യേശുപ്പാ, ജഡ്ജിയോട് സംസാരിക്കപ്പാ. ആ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് സംസാരിക്കപ്പാ. യേശുവിൻ നാമത്തിൽ സഹോദര, കർത്താവ് സ്റ്റേഷൻ നിനക്കൊപ്പം വരിക. സഹോദരി നിനക്കൊപ്പം വരിക. ഓ താങ്ക് ഗോഡ്. തലമുറകൾക്ക് വേണ്ടി അങ്ങ് സംസാരിക്കപ്പാ. അവരുടെ അഡ്മിഷന് വേണ്ടി അങ്ങ് സംസാരിക്കുക. യേശുവേ, അങ്ങ് സംസാരിക്കപ്പാ. കാത്തിരിപ്പുകൾക്ക് ഫലമുണ്ടാകട്ടെ. അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ. അവർ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. അപ്പാ, അവരുടെ സ്വഭാവത്തെ അങ്ങ് മാറ്റപ്പാ. നല്ല സ്വഭാവം കൂടപ്പാ. യേശോപ്പാ, അമ്മമാരുടെ കണ്ണുനീരിന് അറുതിയാവട്ടെ. അപ്പാ, അപ്പന്മാരുടെ നിരാശ മാറട്ടെ. യേശോപ്പാ, മനസ്സലി കർത്താവ്. അവർക്ക് ഉപരിപെടുന്ന സാഹചര്യങ്ങൾ ഒരുക്കപ്പാ. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകളെ തുറന്നു കൊടുക്കുക കർത്താവ്. യേശുവേ, ആ തടസ്സം മാറട്ടെ. യേശുവേ, മനസ്സലിയണമേ. അപ്പാ, മനസ്സലിയണമേ. അപ്പാ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവ്. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. അപ്പാ,
ആ തടസ്സങ്ങളെ മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ അപ്പാ, കുഞ്ഞുങ്ങളെ കൊടുപ്പാ യേശോപ്പാ, കുഞ്ഞുങ്ങളെ കൊടുപ്പാ. ഓ താങ്ക് ഗോഡ്. ആമേൻ ആമേൻ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഓ സ്തോത്രം അപ്പാ, അവർക്ക് വിശാലത നൽകപ്പാ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കപ്പാ. ഓ സ്തോത്രം. അവരുടെ ആത്മീയ ജീവിതം അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഭവനങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ, പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകപ്പാ യേശോപ്പാ, വീട് നൽകുക കർത്താവേ. വാടക വീടുന്ന നിരാശ മാറട്ടെ അപ്പാ. വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കളെ നൽകപ്പാ. വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനങ്ങളെ നൽകപ്പാ. പലതിനു വേണ്ടി പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അവർക്ക് നൽകി മാനിക്കപ്പാ. അങ്ങ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ട് ഇവരെ അങ്ങ് അനുഗ്രഹിച്ച് വിടുവിച്ച കൃപയ്ക്കായി, വേണ്ടത് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.